നമസ്കാരം. കോളേജ് അധ്യാപികയെ കബളിപ്പിച്ച് വിവാഹം ചെയ്ത് 10.27 ലക്ഷം രൂപയും 101 പവൻ സ്വർണവും തട്ടിയെടുത്ത് നാടുവിട്ട തിരുവനന്തപുരം ശ്രീകാര്യം സ്വദേശിക്കെതിരെ ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. മാട്രിമോണിയൽ സെറ്റിലൂടെയാണ് പ്രതി ഷാജഹാൻ യുവതിയെ പരിചയപ്പെട്ടതെന്ന് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി രാജ്മോഹൻ പറഞ്ഞു. നായർ സമുദായത്തിൽപ്പെട്ട അധ്യാപികയുടെ രണ്ടാം വിവാഹമാണിത്. ആദ്യ ബന്ധം പിരിഞ്ഞ ശേഷം പുനർവിവാഹത്തിനായി മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം നൽകുകയായിരുന്നു. മുകുന്ദൻ നായർ എന്ന പേരിലാണ് ഷാജഹാൻ മാട്രിമോണിയൽ സൈറ്റിൽ പരസ്യം നൽകിയത്. ഈ പേരിലാണ് ഇയാൾ യുവതിയുടെ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും പരിചയപ്പെട്ടത്. മാതാപിതാക്കൾ മരിച്ചുപോയെന്നും സഹോദരൻ UK-യിൽ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുകയാണെന്നാണ് ഇയാൾ ഇവരെ ധരിപ്പിച്ചത്. രാജ്മോഹൻ പറഞ്ഞു. താൻ വിദേശത്താണ് ജോലി ചെയ്യുന്നതെന്നും ഇയാൾ യുവതിയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇതിനായി വ്യാജ SSLC ബുക്ക് ഇവരെ കാണിച്ചു. യുവതിയുടെ മാതാപിതാക്കൾ ഇയാളെക്കുറിച്ച് കൂടുതലായി അന്വേഷിച്ചില്ല. വിവാഹ നിശ്ചയ ചടങ്ങിന് ഷാജഹാൻ തനിച്ചാണ് എത്തിയത്. വിവാഹത്തിന് പങ്കെടുക്കാൻ ബന്ധുക്കളായി അഭിനയിക്കാൻ 7 പേരെ ഇയാൾ പണം കൊടുത്ത് ഏർപ്പാടാക്കി. വിവാഹം കഴിഞ്ഞ് 5 മാസം ഇയാൾ അധ്യാപികയ്ക്കൊപ്പം താമസിച്ചു. തുടർന്ന് യുവതിയുടെ മാതാപിതാക്കളുടെ സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുവരും തമ്മിൽ തർക്കമുണ്ടായി. ഇതിനുശേഷം ഇയാൾ നാടുവിട്ടു. ഇതിന് തൊട്ടു പിന്നാലെ യുവതി കുഞ്ഞിന് ജന്മം നൽകി. 2019 ഷാജഹാൻ തങ്ങളുടെ സ്വത്തിന്റെ ഒരു ഭാഗം അവകാശപ്പെട്ട് തങ്ങളെ സമീപിച്ചേക്കുമെന്ന് ഭയന്നാണ് കുടുംബം പോലീസിൽ പരാതിപ്പെടുന്നത്. 2020 കേസ് CBIക്ക് കൈമാറി. ക്രൈംബ്രാഞ്ചിൻ്റെ എറണാകുളം യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. പ്രതി സിംഗപ്പൂരോ ഇന്തോനേഷ്യയിലോ തായ്ലൻഡിലോ ഉണ്ടെന്ന് അവർ സംശയിക്കുന്നു. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഇയാൾ തട്ടിപ്പുകാരനാണെന്ന് മനസ്സിലായി. 10ാം ക്ലാസ് വരെ മാത്രമേ ഇയാൾ പഠിച്ചിട്ടുള്ളൂ. അധ്യാപികയെ കൂടാതെ 4 സ്ത്രീകളെ കൂടി ഇയാൾ വിവാഹം കഴിച്ചതായി അന്വേഷണത്തിൽ കണ്ടെത്തി. ആദ്യ ഭാര്യ ഇപ്പോൾ തിരുവനന്തപുരത്താണ്. ഷാജഹാന് വേണ്ടി വ്യാജ SSLC സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയയാളെ തിരിച്ചറിഞ്ഞു. കേരളത്തിലുള്ള ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കൾ വഴി ഇയാളെ കേരളത്തിലെത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും വരാൻ അയാൾ കൂട്ടാക്കിയില്ല. DYSP പറഞ്ഞു. പാസ്പോർട്ട് പുതുക്കുന്നതിനായി ഷാജഹാൻ കേരളത്തിൽ എത്തിയേക്കുമെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചത്.